ഹായ് ഗേസ്, ലാവസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ്. അതിനാവശ്യമായ സാധനങ്ങൾ ഗ്രാമ്പു, പട്ട, ഏലക്കായ് എല്ലാം ചെറിയ ചെറിയ പീസ് മാത്രം എടുത്താൽ മതി. ഞാൻ കുറച്ച് മാത്രമേ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുള്ളൂ. ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില, കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തെടുത്ത്, ഇത്രയുമാണ് ഇതിനാവശ്യം. നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തെടുക്കേണ്ടതുണ്ട്. അതിനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് വറുത്ത് കോരുക. മുന്തിരി പെട്ടെന്ന് എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം ഇതേ എണ്ണയിൽ തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഗ്യാസ് വെക്കുക. ഉള്ളി ഇപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളി പെട്ടെന്ന് കോരിയെടുക്കുക. കൂടുതൽ സമയം വെച്ചാൽ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നെയ്ച്ചോറ് വെക്കേണ്ട പാത്രം എടുത്ത് ഗ്യാസിൽ വെക്കുക. പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ വളരെ കുറച്ച് മാത്രമേ നെയ്യ് ഒഴിക്കുന്നുള്ളൂ. അതിനുശേഷം അതിനകത്തേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന ഇതിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക. നെയ്ച്ചോറിന് വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്ന അരി ജീരകശാല അരിയാണ്. ഇനി നന്നായി വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം വെള്ളം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ സമയം ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അരി നന്നായി തിളച്ചതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട് മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെ വേവിച്ചെടുക്കുക. ഈ സമയം നെയ്ച്ചോറിന് ആവശ്യമായ കച്ചമ്പർ ഇവിടെ തയ്യാറാക്കാം. ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് കുറച്ച് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉള്ളി, പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യമായ തൈര് ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. നെയ്ച്ചോറിന് ആവശ്യമായ കച്ചമ്പർ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ചോറ് നമുക്കൊന്ന് തുറന്നു നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ചോറ്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചോറിൻ്റെ മുകളിലേക്ക് നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരിയും ഉള്ളിയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.